വർഷം 2016. ക്യൂബയിലെ ഹവാനയിൽ സ്ഥിതി ചെയ്യുന്ന അമേരിക്കൻ എംബസിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലരെ പൊടുന്നനെ കടുത്ത തലവേദന ബാധിക്കുന്നു. പിന്നീട് അത് ബോധക്കേടിലേക്കും തലകറക്കത്തിലേക്കും ഓർമ്മക്കുറവിലേക്കും ഒക്കെ വഴിവെക്കുന്നു. അത് പിന്നെ ലോകത്ത് പലയിടങ്ങളിലുള്ള അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെയും മാത്രം ബാധിക്കുന്ന ദുരൂഹ രോഗമായി പരിണമിക്കുന്നു. ചൈന, റഷ്യ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും പിന്നീട് രോഗം റിപ്പോർട്ട് ചെയ്യുന്നു. അതുവരെ തീർത്തും സാധാരണമെന്ന് കരുതിയിരുന്ന രോഗലക്ഷണങ്ങൾ നയതന്ത്രജ്ഞർക്ക് പുറമെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കും കണ്ടു തുടങ്ങിയതോടെയാണ് രോഗം ഒരു ബയോ വെപ്പൺ ആണോ എന്ന നിലയിലേക്കുള്ള സംശയങ്ങൾക്ക് വഴി തുറന്നത്. ഹവാന സിൻഡ്രോം. ഈ നിഗൂഢ രോഗത്തിന് നൽകിയ പേര് ഇതാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ മാത്രം പിടികൂടിയ ഈ അപൂർവ രോഗത്തിന്റെ ഉറവിടം അറിയാൻ ആരോഗ്യ സംഘടനകളും മാധ്യമ സ്ഥാപനങ്ങളും ഉൾപ്പെടെ നിരവധി ഏജൻസികൾ മുന്നോട്ട് വന്നു. രോഗം കണ്ടുപിടിക്കേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് കൂടി അനിവാര്യമായിരുന്നു. പക്ഷേ ഒരാൾക്ക് പോലും രോഗത്തിന്റെ ഉറവിടം എന്തെന്ന് കണ്ടെത്താനായില്ല. പക്ഷേ രാസവസ്തുക്കളോ പകർച്ചവ്യാധികൾക്ക് കാരണമായ അണുക്കളോ അല്ല രോഗത്തിന് കാരണമെന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേരുകയായിരുന്നു. അജ്ഞാതമായ സോണിക് ഉപകരണത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യം നിരീക്ഷണം നടന്നത്. രോഗബാധയെ തുടർന്ന് അന്ന് ഉദ്യോഗസ്ഥരുടെ കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുകയും ഉദ്യോഗസ്ഥരുടെ യാത്രകൾക്ക് അമേരിക്ക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. രോഗത്തെപ്പറ്റി ഒരു തുമ്പും കിട്ടിയില്ല എങ്കിലും പിന്നണിയിൽ അന്വേഷണങ്ങൾ ഇന്നും പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് രോഗബാധയ്ക്ക് പിന്നിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ ഇല്ല എന്ന റിപ്പോർട്ട് ഇന്റലിജൻസ് ഏജൻസി പുറത്തുവിടുന്നത്. ഹവാന ഏതെങ്കിലും ശത്രു രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പണി കൊടുക്കാൻ കടത്തിവിട്ട ആയുധമായിരിക്കുമെന്ന് 7 ചാര ഏജൻസികളുടെ മുൻപ് വന്ന റിപ്പോർട്ടിനെ തള്ളുന്നതാണ് ഏറ്റവും പുതിയ ഈ ഒരു നിരീക്ഷണം. റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഇതിനെ എതിർക്കുന്ന ഒരു വിഭാഗവും മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇത് തെളിയിക്കാനുള്ള നിർണായക തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നും ഇന്റലിജൻസ് വിഭാഗം വെളിപ്പെടുത്തുകയാണ്. ഏജൻസികളുടെ കണ്ടെത്തലിനെ കുറിച്ച് ഭിന്നാഭിപ്രായം ഉയർന്നു വന്നതോടെ ഇരകളുടെ കാര്യത്തിൽ വീണ്ടും അനിശ്ചിതത്വം ഉണ്ടാവുകയാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്ത നിഗൂഢമായ മെഡിക്കൽ ലക്ഷണങ്ങളെ കുറിച്ച് അമേരിക്കൻ ഇന്റലിജൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരു സൂക്ഷ്മമായ കാഴ്ചപ്പാട് ഉയർന്നു വന്നിട്ടുണ്ട്. വിദേശ ഇടപെടലിന്റെ സാധ്യതയിൽ ചില ഏജൻസികൾ എത്തിച്ചേർന്നപ്പോൾ 2 ഏജൻസികൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു. രോഗം ബാധിച്ചവരുടെ എണ്ണവും ആർക്കൊക്കെയാണ് രോഗം പിടികൂടിയത് തുടങ്ങിയ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ നിഗൂഢ ലക്ഷ്യത്തോടെ ശത്രുക്കൾ വൈറസിനെയോ മറ്റോ ആയുധമാക്കി പ്രയോഗിച്ചതാകാം എന്നാണ് ചില ഏജൻസികളുടെ കണ്ടെത്തൽ. രോഗബാധിതർ ഇപ്പോഴും ഗുരുതരമായ പ്രതിസന്ധികൾ നേരിടുകയാണ്. സമയബന്ധിതമായ വൈദ്യസഹായം, ദീർഘകാല ക്ലിനിക്കൽ ഫോളോ അപ്പ് എന്നിവ അവർക്ക് നിലവിൽ ആവശ്യമുണ്ട്. തുടർ ഗവേഷണം, അന്വേഷണം, ബാധിക്കപ്പെട്ടവർക്ക് പരിചരണം എന്നിവയുടെ പ്രാധാന്യം ഇവയ്ക്കൊന്നും ഗവൺമെന്റ് ശ്രദ്ധ നൽകാതെ അവരെ അവഗണിക്കുകയാണെന്ന ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാണ്. തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഇടയിലും ദേശീയ സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥർ ഇരകൾക്ക് പിന്തുണയുമായി എത്തുകയാണ്. ദേശീയ സുരക്ഷാ കൗൺസിലിലെ ഉദ്യോഗസ്ഥർ, സർക്കാർ വകുപ്പുകൾ, നിയമ നിർമ്മാതാക്കൾ, ചില ഇന്റലിജൻസ് കമ്മ്യൂണിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ തമ്മിലുള്ള ഭിന്നതയ്ക്ക് കാരണമെന്ന് ഹവാന സിൻഡ്രോമിന്റെ ഇരകൾ വിശ്വസിക്കുന്നുണ്ട്. ആരോഗ്യ മേഖലയിലെ ദുരൂഹമായ സംഭവങ്ങളുടെ കാരണത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിന്നാണ് ഈ വിഭജനം ഉണ്ടാകുന്നത്. ഈ അഭിപ്രായ വ്യത്യാസം കുഴപ്പത്തിലാക്കുന്നത് ഹവാനയുടെ ഇരകളെ കൂടിയാണ്. ഹവാനയ്ക്ക് പിന്നിൽ ഒരു വിദേശ ശക്തി ഉണ്ട് എന്ന് തന്നെയാണ് രോഗബാധിതരായ ഉദ്യോഗസ്ഥരിൽ പലരും വിശ്വസിക്കുന്നത്.